Dear students, communication competency of entrepreneur ആണ് ഇനി പറയുന്നത്. Entrepreneursന് വേണ്ടിയുള്ള പല കോമ്പീറ്റൻസീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പീറ്റൻസി ആണ് communication competency. Communication is the exchange of information between people, example, by means of speaking, writing, or by using a common system of signs or behavior. Man is a social animal and communication is intrinsic to human nature. Communication may be defined as a process of sharing facts, ideas, opinions, thoughts and information through speech, writing, gestures or symbols between two or more persons. It is something that is universal and happens all the time. We are communicating all the time with others. While you are reading this, we are trying to communicate to you. Communication അല്ലെങ്കിൽ ആശയവിനിമയം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിൽ ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ മിനിമം 2 ആളുകൾ വേണം. 2-ലധികം ആളുകൾ തമ്മിലും കമ്മ്യൂണിക്കേഷൻ നടത്താം. ഒരാളുടെ മനസ്സിലുള്ള ആശയം വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് സ്പീക്കിങ്ങിലൂടെ ആവാം, റൈറ്റിങ്ങിലൂടെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, നമ്മളുടെ ആ ഒരു ആംഗ്യ ഭാഷയിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കാം. പറഞ്ഞിട്ട് അറിയിക്കാം, അല്ലെങ്കിൽ എഴുതിയിട്ട് അറിയിക്കാം, അല്ലെങ്കിൽ ആംഗ്യത്തിലൂടെയും പല കാര്യങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നു. The communication always contains messages which are to be transmitted between the parties. In this process, a cycle of communicating messages is formed between the sender and the receiver. The sender is required to conceive the message he or she wishes to send, encode this message and then transmit. The receiver then is required to receive the message, decode it and clarify his or her understanding of the message. Communication നടത്താൻ മിനിമം 2 ആളുകൾ വേണമെന്ന് പറഞ്ഞു, സെൻഡർ ആൻഡ് റിസീവർ. ആ ഒരു മെസ്സേജ് അയക്കുന്ന ആളെയാണ് സെൻഡർ എന്ന് പറയുന്നത്. ആ ഒരു മെസ്സേജ് സ്വീകരിക്കുന്ന ആളെയാണ് റിസീവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻഡറും റിസീവറും തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. സെൻഡറുടെ മെസ്സേജ് അദ്ദേഹം എൻകോഡ് ചെയ്യും, അതായത് അദ്ദേഹം വേർഡ്സ് ആയി കൺവേർട്ട് ചെയ്ത് അതിനെ മാറ്റും. ആ വേർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങളായി മാറ്റി ആ കാര്യമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ഒരു ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. ഒരു മീഡിയം ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ ഓറൽ ആയിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ എന്താണെങ്കിലും നമ്മളത് കുറച്ച് ചാനൽ, എന്തെങ്കിലും ഒരു മീഡിയം വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം അത് റിസീവർക്ക് എത്തുന്നു. റിസീവർ അതിനെ ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡ് എന്ന് പറയുമ്പോൾ റിസീവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് മാറ്റുന്നു. അതാണ് ഡീകോഡിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സെൻഡർ എൻകോഡ് ചെയ്യും, എന്നിട്ട് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മീഡിയത്തിലൂടെ നമ്മൾ അതിപ്പോ ടെലിഫോണിലൂടെ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയി പറയാം, അല്ലെങ്കിൽ ടെലികോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം. അതിനുശേഷം ഈ റിസീവർക്ക് മെസ്സേജ് ലഭിക്കുമ്പോൾ അദ്ദേഹം അതിനെ ഡീകോഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ റിസീവർ തിരിച്ച് സെൻഡർക്ക് ഒരു ഫീഡ്ബാക്ക് കൂടി നൽകുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ റിസീവർ സെൻഡർക്ക് നൽകുന്നതാണ്. മെസ്സേജ് അയച്ചത് സെൻഡർ റിസീവർക്കാണ്, പക്ഷെ റിസീവർ തിരിച്ച് സെൻഡർക്ക് എനിക്ക് മനസ്സിലായി എന്നുള്ള ഒരു കാര്യം കൂടെ കൺവേ ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് presentation of communication model. Sender, encode, message, decode, receiver, തിരിച്ച് ഫീഡ്ബാക്ക് ലൂപ്പ്. ഇടയിൽ നോയ്സ് ഉണ്ട്, കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. നല്ല രീതിക്കുള്ള കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെയാണ് നോയ്സ് എന്ന് പറയുന്നത്. അങ്ങനെ കുറെ നോയ്സ് ഉണ്ടാവും. നല്ല രീതിക്ക് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞത് ശരിയായി മനസ്സിലാവാൻ പറ്റണമെന്നില്ല. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട്, പുറത്തെന്തെങ്കിലും ശബ്ദങ്ങൾ കൊണ്ടും എല്ലാം നമുക്ക് കമ്മ്യൂണിക്കേഷന് തടസ്സം നേരിടാം. അങ്ങനെയുള്ള തടസ്സങ്ങളെയാണ് നോയ്സ് എന്ന് പറയുന്നത്. അതുണ്ടാവും. എങ്കിൽ കൂടെയും ഈ പറഞ്ഞ പോലെ സെൻഡർ എൻകോഡ് ചെയ്തിട്ട്
മെസ്സേജ് അയക്കുന്നു റിസീവർക്ക്, റിസീവർ അതിനെ ഡീകോഡ് ചെയ്യുന്നു, തിരിച്ച് റിസീവർ ഫീഡ്ബാക്ക് സെൻഡർക്ക് നൽകുന്നു. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. Means of communication. There are various ways through which we communicate with each other. In face-to-face contact, we use different parts of our body or we directly talk to others while communicating our message. Where face-to-face communication is not possible, we take the help of some other means through which we usually convey our messages. For example, we may use letters, emails, SMS to convey written messages. Talk to others over telephones, send telegrams, and use various other modern machines like computers, fax machine, etc. to communicate our messages. The means to be used in our communication process depend upon the purpose of communication. For example, to send any urgent message, we generally use telephone. For any important matter for which a written document is required, we use letter, telegram, fax, etc. Nowadays, modern technology has given us a wide option to choose the means according to our requirement and liking, including teleconferencing, either audio or video. ഏതൊക്കെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ലെറ്റേഴ്സിലൂടെ, ഇമെയിൽസിലൂടെ, SMS-ലൂടെ, ടെലിഫോൺസിലൂടെ, ടെലഗ്രാമിലൂടെ, കമ്പ്യൂട്ടേഴ്സ്, ഫാക്സ് മെഷീൻസിലൂടെ, അങ്ങനെ പല രീതിക്ക് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം. ആ ഒരു ചാനൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മീഡിയം എന്ന് പറയുന്നത് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. പെട്ടെന്നൊരു കാര്യം നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ നമ്മൾ സാധാരണ ടെലിഫോൺ ആണ് യൂസ് ചെയ്യാറ്. അതേസമയം റിട്ടേൺ ആയിട്ട് നമുക്കൊരു എവിഡൻസ് വേണ്ട കാര്യങ്ങൾ, ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായും ലെറ്റേഴ്സിലൂടെയോ ടെലഗ്രാമിലൂടെയോ ഫാക്സിലൂടെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോ മീഡിയത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ ടെലികോൺഫറൻസിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓഡിയോ കോൾ, വീഡിയോ കോൾ ഒക്കെ കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ആകുമ്പോൾ തീർച്ചയായും പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ട് വരും. അതിനെയാണ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഇവിടെ പറയുന്നത്. പല മീഡിയം നമ്മൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. In the entrepreneurial point of view, there are 3 types of communication according to the direction of flow. A. Upward communication. B. Downward communication. C. Horizontal communication. എങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? 3 തരത്തിൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. Upward communication flows from a subordinate to his employer or entrepreneur. It may consist of information relating to the work performance of the subordinate, problems relating to work, opinions or grievances, suggestion of the subordinate, etc. It may also relate to clarifications needed with regard to instructions. അതായത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് മേലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു കീഴ്ജീവനക്കാരൻ മേൽജീവനക്കാരനോട് ആശയങ്ങൾ കൈമാറുന്നതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ സബോർഡിനേറ്റിന്റെ പ്രശ്നങ്ങൾ അതാണ് സാധാരണ ഒരു കീഴ്ജീവനക്കാരൻ മേൽജീവനക്കാരന് കൈമാറുന്നത്. അവരുടെ ഒപ്പീനിയൻസോ ഗ്രീവൻസോ സജഷൻസോ എല്ലാം നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ സബോർഡിനേറ്റ് സുപ്പീരിയർക്ക് കൈമാറും. അങ്ങനെ ഒരു കീഴ്ജീവനക്കാരൻ മേൽജീവനക്കാരനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സാധാരണ പറയുക. ആ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ അവരോട് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അതെല്ലാം അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. നെക്സ്റ്റ്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ.
It refers to the flow of communication from the top authority to the operating level or subordinates. This communication relates to organizational plans and policies. Downward എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും superior subordinate നോട് communicate ചെയ്യുക. മേൽജീവനക്കാരൻ കീഴ്ജീവനക്കാരനോട് communication നടത്തുന്നതിനെയാണ് downward communication എന്ന് പറയുന്നത്. പലപ്പോഴും ആ ഓർഗനൈസേഷന്റെ പ്ലാൻസും പോളിസീസ് ഒക്കെ മേൽജീവനക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് മിഡിൽ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സിനോട് അറിയിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ അറിയിക്കുമ്പോൾ അതെല്ലാം ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിലാണ് വരിക. നെക്സ്റ്റ് വൺ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. Flow of communication between persons holding positions at the same level in the organization is known as horizontal communication. Example, exchange of information between two departmental heads. This communication is necessary to coordinate different activities or to solve interrelated problems of two or more departments. Horizontal communication കൊണ്ട് അർത്ഥമാക്കുന്നത് തിരശ്ചീനമായ ആശയവിനിമയം എന്നുള്ളതാണ്. ഒരേ ലെവലിലുള്ള മാനേജേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരേ ലെവലിലുള്ള തൊഴിലാളികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക. മാർക്കറ്റിംഗ് മാനേജർ ഫിനാൻസ് മാനേജറിനോട് കാര്യങ്ങൾ പറയുക, ഫിനാൻസ് മാനേജർ HR മാനേജറിനോട് കാര്യങ്ങൾ പറയുക, HR മാനേജർ മാർക്കറ്റിംഗ് മാനേജറോട് കാര്യങ്ങൾ പറയുക. അങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇതെല്ലാം ഒരേ ലെവലിലുള്ള ആൾക്കാരാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് തമ്മിൽ ആശയവിനിമയം നടത്തുകയാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. രണ്ടുപേരും ഒരേ പൊസിഷനാണ്, സുപ്പീരിയർ സബോർഡിനേറ്റ് എന്നുള്ളത് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനും പലപ്പോഴും ആവശ്യമായിട്ട് വരും. പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ പരിഹരിക്കണമെങ്കിൽ ഇവര് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ 3 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞത്. ഡയറക്ഷൻ ഓഫ് ഫ്ലോയിനനുസരിച്ചിട്ട് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. അപ്വേർഡ് എന്ന് പറയുമ്പോൾ കീഴ്ജീവനക്കാരൻ മേൽജീവനക്കാരനോട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മേൽജീവനക്കാരൻ കീഴ്ജീവനക്കാരനോട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിലുള്ള ആളുകൾ തമ്മിൽ, ഒരേ പൊസിഷനിലുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ് horizontal communication. Tips for improving communication skills. Communication skill improve ചെയ്യാൻ എന്തെല്ലാം ടിപ്സ് ആണുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. Prepare well, think before you speak. നന്നായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്ത് കാര്യം പറയുമ്പോഴും ഒരുപാട് ആലോചിച്ചിട്ട് വേണം അതേക്കുറിച്ച് പറയാൻ. ഒരാലോചന ഇല്ലാതെ പെട്ടെന്ന് ഒരു കാര്യം പറയരുത്. എന്ത് കാര്യം പറയുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. സ്റ്റാർട്ട് ഇൻ ആൻ ഇൻട്രസ്റ്റിംഗ് മാനർ. തുടങ്ങുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങണം. വെൽ ബിഗൺ ഹാഫ് ഡൺ എന്നുള്ളതാണല്ലോ. തുടക്കം നന്നായി കഴിഞ്ഞാൽ തന്നെ പകുതി കഴിഞ്ഞു. അപ്പോൾ നല്ല രീതിക്ക് സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു കഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തുടങ്ങിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പറയാൻ. യൂസ് ദ റൈറ്റ് വേർഡ്സ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ശരിയായ വാക്കുകൾ ഉപയോഗിക്കുക. ഓരോ പദങ്ങളും വളരെ പ്രധാനമാണ്. ഏത് സിറ്റുവേഷൻ അനുസരിച്ച് ഏതാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വേർഡ്, ആ വേർഡ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. യൂസ് ഷോർട്ട് വേർഡ്സ് ആൻഡ് ഷോർട്ട് സെന്റൻസസ്. എന്ത് കാര്യം പറയുമ്പോഴും ഷോർട്ട് ആയിട്ട് പറയാം. വലിച്ചു വാരി നീട്ടി പറയാതെ സിമ്പിൾ ആയിട്ട് വളരെ ഷോർട്ട് ആയിട്ട് ഷോർട്ട് വേർഡ്സും ഷോർട്ട് സെന്റൻസസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് ലെങ്തി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ആരും കേൾക്കാൻ താല്പര്യപ്പെടില്ല. കുറെ ആകുമ്പോൾ അവര് വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞു തീർക്കുക. പക്ഷെ പറയുന്ന കാര്യം കറക്റ്റ് റൈറ്റ് വേർഡ്സ് യൂസ് ചെയ്ത് പറയുക. സ്പീക്ക് സ്ലോലി ആൻഡ് ക്ലിയർലി, പ്രൊനൗൺസിങ് വേർഡ്സ് കറക്റ്റ്ലി. പതുക്കെ പറയുക, അതുപോലെ തന്നെ ക്ലിയർ ആയി പറയുക, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയി പറയുക, തെറ്റായിട്ടൊന്നും പ്രൊനൗൺസ് ചെയ്യാതിരിക്കുക. Emphasize main points by letting your voice rise and fall. പ്രധാനപ്പെട്ട പോയിന്റ്സ് വരുമ്പോൾ അതിന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയാ. നമ്മുടെ വോയിസ് മോഡുലേഷൻ കറക്റ്റ് ആവണം. വോയിസ് കൂട്ടേണ്ട സ്ഥലത്ത് കൂട്ടണം, കുറയ്ക്കേണ്ട സ്ഥലത്ത് കുറയ്ക്കണം. യൂസ് അപ്രോപ്രിയേറ്റ് വോള്യം. അതുപോലെ തന്നെ വോള്യം, നമ്മളുടെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് കേൾക്കുന്ന രീതിക്കുള്ള ഓഡിബിൾ ആയിരിക്കണം. അവർക്ക് കേൾക്കണം. ഒരുപാട് സൗണ്ടും പാടില്ല, എന്ന് വെച്ചാൽ ഒരുപാട് കുറവ് സൗണ്ടും പാടില്ല. ആവശ്യത്തിന് നമ്മൾ വോയിസ് യൂസ് ചെയ്യാം.
Common barriers to effective communication. കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. എ, ലിസണിംഗ് ബാരിയേഴ്സ്. ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ററപ്റ്റിംഗ് ദ സ്പീക്കർ. സ്പീക്കറെ ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്പീക്കറുടെ സംസാരം തടസ്സപ്പെടുത്തിയാൽ തീർച്ചയായും ലിസൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. നോട്ട് മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട് വിത്ത് ദ സ്പീക്കർ. സ്പീക്കറുമായിട്ട് ഐ കോണ്ടാക്ട് നടത്താൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ, സ്പീക്കറുമായിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല. റഷിംഗ് ദ സ്പീക്കർ ടു കംപ്ലീറ്റ് വാട്ട് ഹി ഹാസ് ടു സേ. പെട്ടെന്ന് തന്നെ സ്പീക്കർ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല. മേക്കിംഗ് ദ സ്പീക്കർ ഫീൽ ആസ് ദോ ഹി ഈസ് വേസ്റ്റിംഗ് ദ ലിസണേഴ്സ് ടൈം. ലിസണറുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് സ്പീക്കർ പറയുന്നതെങ്കിൽ, വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിലും ലിസണിംഗ് ബാരിയർ ഉണ്ടാവും. Being distracted by something that is not part of the ongoing communication. കമ്മ്യൂണിക്കേഷനുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാത്തൊരവസ്ഥ, പുറത്ത് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ലിസണിംഗ് ബാരിയർ ഉണ്ടാവും. ഗെറ്റിംഗ് ahead of the speaker and completing his thoughts. സ്പീക്കർ പറയുന്നതിനനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റാതെ കൂടുതലായി ചിന്തിച്ചിട്ട് പ്രശ്നങ്ങളാവുക, അതെല്ലാം അവർക്കനുസരിച്ച് ഒപ്പം പോവാതിരുന്നു കഴിഞ്ഞാലും ലിസണിംഗ് ബാരിയർ ഉണ്ടാവും. ഇഗ്നോറിംഗ് ദ സ്പീക്കേഴ്സ് റിക്വസ്റ്റ്. സ്പീക്കർ എന്തെങ്കിലും കാര്യം പറയാണ്, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ അതൊന്നും അനുസരിക്കാതെ ഇരുന്നു കഴിഞ്ഞാലും ലിസണിംഗ് ബാരിയേഴ്സ് ഉണ്ടാവും. ടോപ്പിംഗ് ദ സ്പീക്കേഴ്സ് സ്റ്റോറി വിത്ത് വൺ സൗണ്ട് സെറ്റ് ഓഫ് എക്സാമ്പിൾസ്. സ്പീക്കർ പറയുന്ന കാര്യത്തെ എക്സാമ്പിൾസ്, ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പറയും, അതൊന്നും കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവാൻ കഴിയാത്ത അവസ്ഥ വരികയാണെങ്കിലും ലിസണിംഗ് ബാരിയേഴ്സ് ഉണ്ടാവും. ഫോർഗെറ്റിംഗ് വാട്ട് ഈസ് ബീയിങ് ഡിസ്കസ്ഡ്. എന്താണ് പറയുന്നത് എന്ന കാര്യത്തിൽ നിന്ന് വിട്ടുപോവുക, ടോപ്പിക് ഡൈവേർട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാലും ലിസണിംഗ് ബാരിയേഴ്സ് ഉണ്ടാവും. നെക്സ്റ്റ്, ബാരിയേഴ്സ് വൈൽ സ്പീക്കിംഗ്. സ്പീക്കിംഗ് സമയത്ത് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാവാം. അൺക്ലിയർ മെസ്സേജസ്. മെസ്സേജസ് ക്ലിയർ അല്ലാതിരിക്കുക. കറക്റ്റായിട്ട് നമ്മൾ എല്ലാ കാര്യവും പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു ബാരിയർ ആയി മാറും. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല, സ്ഥിരതയില്ല. സ്ഥിരമായിട്ട് ഉള്ള ആ ഒരു ഫ്ലോ ഇല്ലാതെ ഒരു സമയത്ത് ഒന്ന് പറയുക വേറെ സമയത്ത് വേറൊന്ന് പറയുകയാണെങ്കിൽ സ്പീക്കിംഗ് ബാരിയർ ഉണ്ടാവും. ഇൻകംപ്ലീറ്റ് സെന്റൻസസ്. നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ അത് അവസാനിപ്പിക്കണം, എന്നിട്ട് വേണം അടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാതെ അടുത്തതിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും സ്പീക്കിംഗ് ബാരിയർ ഉണ്ടാവും. നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ റിസീവർ. റിസീവറെ മനസ്സിലാക്കാതെ സ്പീക്കർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ സ്പീക്കർ പറയുകയാണെങ്കിൽ അതും സ്പീക്കിംഗ് ബാരിയർ ആയിട്ട് പരിഗണിക്കുന്നു. പുവർ ഐ കോണ്ടാക്ട്. ലിസണേഴ്സുമായിട്ട് ഐ കോണ്ടാക്ട് ഉണ്ടാവണം, കണ്ണിൽ നോക്കി വേണം കാര്യങ്ങൾ പറയാൻ. അല്ലാതെ വെറുതെ ഇങ്ങനെ പറയുന്നു, അവര് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ ഐ കോണ്ടാക്ട് ഇല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിലും സ്പീക്കിംഗ് ബാരിയർ ഉണ്ടാവുന്നു. മംബ്ലിംഗ് വേർഡ്സ് ആൻഡ് സെന്റൻസസ്. അതായത് വെറുതെ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക, കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാതെ എന്തെങ്കിലും തട്ടിക്കൂട്ടി പറയുകയാണെങ്കിൽ അതും സ്പീക്കിംഗ് ബാരിയർ ആണ്. രണ്ട് തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്, ലിസണിംഗ് ബാരിയേഴ്സും സ്പീക്കിംഗ് ബാരിയേഴ്സും. ഇതെല്ലാം കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വേണം കമ്മ്യൂണിക്കേഷൻ നടത്താൻ. A successful entrepreneur must have the skill and competency to communicate the entrepreneurial functions like planning, organizing, coordinating, controlling, motivating, etc. These can be effectively carried out only with the help of proper communication system. In the following way, the entrepreneur can develop his communication competency. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓൺട്രപ്രണേഴ്സിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു മാനേജർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്, മോട്ടിവേറ്റിംഗ് ഇതെല്ലാം ചെയ്യണം. നല്ല രീതിക്ക് ഒരു ബിസിനസിനെ മാനേജ് ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് അവിടെയുള്ള തൊഴിലാളികളുമായിട്ടും എല്ലാ ആളുകളുമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഓൺട്രപ്രണർക്ക് കഴിയണം. സപ്ലയേഴ്സ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും,
അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ട് ഓൺട്രപ്രണർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇവരെല്ലാം ആയിട്ട് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണം. എന്നാൽ മാത്രമേ നല്ല രീതിക്ക് ബിസിനസ്സിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. The instructions or orders to be communicated should be clear, simple and precise. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. വ്യക്തമായി കാര്യങ്ങൾ പറയുക, സിമ്പിളായി കാര്യങ്ങൾ പറയുക, വളരെ ബ്രീഫായിട്ട് വലിച്ചു വാരി പറയാതെ കാര്യം എന്താണ് എന്നുള്ളത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. Communication must be done at the right time. If it is delayed, action from the other part will also be delayed. കറക്റ്റ് സമയത്തിന് റൈറ്റ് ടൈമിൽ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അല്ലാതെ വൈകി കഴിഞ്ഞാൽ, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട സമയത്ത് നടത്താതെ പിന്നീട് വൈകി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അവരുടെ ആക്ഷനും അതുപോലെ ഡിലേ ആവും, എല്ലാം മൊത്തത്തിൽ വൈകും. അതുകൊണ്ട് കറക്റ്റ് എപ്പോഴാണോ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ടൈം ആ സമയത്ത് തന്നെ കാര്യങ്ങൾ പറയുക. അല്ലാതെ വൈകിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും മൊത്തത്തിൽ വൈകുകയാണ് ചെയ്യുന്നത്. The entrepreneur must make sure that the message is properly understood by the persons to whom it is meant. ആർക്കാണോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് ഈ ഫീഡ്ബാക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം. അവർക്ക് റിസീവർ സെൻഡർക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് കൊടുക്കുമല്ലോ, ആ ഫീഡ്ബാക്ക് കറക്റ്റായി ചെക്ക് ചെയ്യുക, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത സ്റ്റേജിലോട്ട് പോയാൽ മതി. അല്ലാതെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് റിസീവർക്ക് ഒന്നും മനസ്സിലാവാതെ പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കുക അല്ല വേണ്ടത്. റിസീവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് സെൻഡർ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. The message to be communicated should be prepared in such a way as to get the attention of the receiver. റിസീവറുടെ അറ്റൻഷൻ നേടിയെടുക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് ആയിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് റിസീവറെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. സെൻഡർ റിസീവർക്കാണല്ലോ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ റിസീവർക്ക് കേൾക്കാൻ തോന്നുന്ന രീതിയിലുള്ള, അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജസ് ആയിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ മെസ്സേജസിനെ അങ്ങനെ മാറ്റിയെടുക്കാൻ സെൻഡർ ശ്രദ്ധിക്കണം. The message should be in line with the policies, objectives and program of the enterprise. Otherwise, there can be confusion in the mind of the receiver. ഒരു ബിസിനസിന്റെ പോളിസീസിനും ഒബ്ജക്റ്റീവ്സിനും പ്രോഗ്രാംസിനും അനുയോജ്യമായ രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശിച്ച കാര്യം തന്നെ ആയിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത് ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യം നല്ല രീതിക്ക് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. The timing of communication is important. See that the communication is done when the person to receive the message is not busy or engaged otherwise. If so, the very purpose of communication may be defeated. ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ടൈമിനായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് റിസീവർ ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ബിസി ആയിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് അവർക്ക് അതിനു വേണ്ടി ഇരിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പറയുന്ന കാര്യം കേൾക്കാനായി അവരിയ്ക്കുന്ന സമയത്ത് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അല്ലാതെ തിരക്ക് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവരെ നിർബന്ധിപ്പിച്ച് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ പർപ്പസ് നിറവേറില്ല. നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം റിസീവർക്ക് അതേ രീതിയിൽ മനസ്സിലാക്കിക്കണം എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കിക്കണമെങ്കിൽ അവരെ നല്ല രീതിക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയണം അവർക്ക്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ആ ഒരു രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കണം. അല്ലാതെ ടെൻഷൻ പിടിച്ച ഒരു അവസ്ഥയിൽ, ബിസി ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഹറിബറി ആയിട്ട് നടത്തേണ്ട ഒരു കാര്യമല്ല കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ഓൺട്രപ്രണറിന് തീർച്ചയായും കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാളുകൾ തമ്മിൽ, സെൻഡറും റിസീവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ശ്രമിക്കണം. ഒരു ഓൺട്രപ്രണർ ഒരു ബിസിനസ്സിലാവുമ്പോൾ തീർച്ചയായും പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് കഴിയും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. താങ്ക് യു.